എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇനി വരുന്ന PSCയുടെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. അദ്ദേഹം 1957 പിന്നീട് 1967 മുഖ്യമന്ത്രിയായി. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1947 സെപ്റ്റംബർ 4. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ചത്. വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് S. നീലകണ്ഠയ്യർ. S. നീലകണ്ഠയ്യറാണ് കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1941 തൃശ്ശൂരിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കൊച്ചി രാജ പ്രജാമണ്ഡലം. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്ന പേര് പെരിയസ്വാമി. പെരിയസ്വാമി എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് A.K. ഗോപാലൻ. A.K. ഗോപാലൻ്റെ രചനയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി. കേരളത്തിലെ അധസ്ഥിതരെ അടിമ സന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനായിരുന്നു കേരളത്തിലെ അധസ്ഥിതരെ അടിമ സന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത്. പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെട്ട ശ്രീ കുമാരഗുരുദേവൻ അധസ്ഥിതരുടെ അവകാശങ്ങൾക്കായി പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചിട്ടുണ്ട്. കടപ്രയത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? K.A. കേരളീയൻ. K.A. കേരളീയൻ എന്ന പേരിലായിരുന്നു കടപ്രയത്ത് കുഞ്ഞപ്പ നമ്പ്യാർ പ്രസിദ്ധി നേടിയത്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ് ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ പുനർനാമകരണം ചെയ്തത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നീൽ ദ്വീപിനെ ഷഹീദ് ദ്വീപ് എന്നും ഹാവ്ലോക്ക് ദ്വീപിനെ സ്വരാജ് ദ്വീപ് എന്നും ഇതോടൊപ്പം പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. ശ്രീഹരിക്കോട്ട ദ്വീപ് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചത് ആരാണ്? മൃണാളിനി സാരാഭായ്. മൃണാളിനി സാരാഭായ് ആയിരുന്നു ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചത്. മൃണാളിനി സാരാഭായ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായിയുടെ പത്നിയാണ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? വീലർ ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപാണ് വീലർ ദ്വീപ്. ഒഡീഷ തീരത്തുള്ള വീലർ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് എന്ന പേരിലാണ്. പ്ലാസ്മയുടെ 90% ഘടകം ജലം. ജലമാണ് പ്ലാസ്മയുടെ 90% ഘടകം. രക്തത്തിൻ്റെ ആകെ അളവിൻ്റെ ഏകദേശം 55% വരുന്നത് പ്ലാസ്മയാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും? 12 മുതൽ 16 ഗ്രാം വരെ. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ ഏകദേശം 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം ഇരുമ്പാണ്. ഇത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. പോളിയോ വൈറസിനെ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ, എർവിൻ പോപ്പർ. കാൾ ലാൻഡ്സ്റ്റൈനറും എർവിൻ പോപ്പറുമാണ് പോളിയോ വൈറസിനെ കണ്ടെത്തിയത്.
ജോനാസ് സാൽക്ക് ആണ് ആദ്യമായി പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ രൂപത്തിൽ വികസിപ്പിച്ചെടുത്തത്. ജോനാസ് സാൽക്ക്. ഇരുമ്പിന്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ അനീമിയ അഥവാ വിളർച്ച. അനീമിയയാണ് ഇരുമ്പിന്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലോ ഹീമോഗ്ലോബിന്റെ അളവിലോ ഉണ്ടാകുന്ന കുറവാണ് അനീമിയ. ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി. ഭൂമിയാണ് ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. എന്താണൊരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 AU എന്നത് ഏകദേശം 149.6 മില്യൺ കിലോമീറ്റർ അഥവാ 15 കോടി കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഏത് പ്രത്യേകതയാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ഭൂമിയുടെ കാന്തിക മണ്ഡലം. ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ഭൂമിയുടെ കാന്തിക മണ്ഡലം സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ കോസ്മിക് കിരണങ്ങളെയും സൗരവാതങ്ങളെയും തടഞ്ഞു നിർത്തുന്നു. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ടെക്ടോണിക്. ടെക്ടോണിക് ബലങ്ങളാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ പിതാവ് ആൽഫ്രഡ് വെഗ്നർ. ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ പിതാവ്. ആൽഫ്രഡ് വെഗ്നർ തന്റെ വൻകര വിസ്ഥാപന സിദ്ധാന്തം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അവതരിപ്പിച്ചത് 1912 ഭൂമി ഏത് ദിശയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏതു വർഷമാണ്? 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. കറാച്ചിയിൽ വെച്ച് നടന്ന ഈ കരാറിൽ ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി അയൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത്. തെലുഗു ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. കൃഷ്ണ നദിയാണ് തെലുഗു ഗംഗ എന്ന പേരിലും അറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഗോദാവരി. ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിന്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം. യൂറോപ്പ. യൂറോപ്പയാണ് ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിന്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം. വ്യാഴത്തിന്റെ പ്രധാനപ്പെട്ട 4 ഗലീലിയൻ ഉപഗ്രഹങ്ങളിലൊന്നാണ് യൂറോപ്പ. മറ്റു 3 അയോ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്നിവയാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആവാസം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ആവാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിന്റെ ഏകദേശം 78% ഏതു വാതകമാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിന്റെ ഏകദേശം 78% നൈട്രജൻ വാതകമാണ്. അന്തരീക്ഷത്തിൽ അളവിൽ 2ാം സ്ഥാനത്തുള്ള വാതകം ഓക്സിജനാണ്, ഏകദേശം 21%. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. ഡോപ്സൺ എന്ന യൂണിറ്റിലാണ് ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്നത്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ വാതകം കൂടുതലായി കാണപ്പെടുന്നത്. ഓസോൺ ഏത് വാതകത്തിന്റെ രൂപാന്തരത്വം ആണ്? ഓക്സിജൻ. ഓക്സിജൻ വാതകത്തിന്റെ രൂപാന്തരത്വമാണ് ഓസോൺ. ഓസോൺ തന്മാത്രയിൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? കൊയിലാണ്ടി. കൊയിലാണ്ടിയാണ് കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? PT ഭാസ്കരപ്പണിക്കർ. PT ഭാസ്കരപ്പണിക്കറാണ് മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ അവസാനത്തെ പ്രസിഡന്റും PT ഭാസ്കരപ്പണിക്കർ തന്നെയായിരുന്നു. അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ടാണ് അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. SK പൊറ്റക്കാട്ടിന്റെ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത പ്രശസ്തമായ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ.
അതിരാണിപ്പടം ഈ നോവലിലെ പശ്ചാത്തലമാണ്. ഇരുവഞ്ഞിപ്പുഴ ഏതിൻ്റെ പ്രധാന പോഷക നദിയാണ്? ചാലിയാർ. ഇരുവഞ്ഞിപ്പുഴ ചാലിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ്. ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ? തിക്കൊടിയൻ. തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കൊടിയൻ. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിലൊന്നായ സാൽസെറ്റ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിലൊന്നായ സാൽസെറ്റ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ നഗരവും താനെയും സ്ഥിതി ചെയ്യുന്നത് സാൽസെറ്റ് ദ്വീപിലാണ്. ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ്? അഗത്തി. അഗത്തി ദ്വീപിലാണ് ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിലേക്ക് പോകുന്നതിനുള്ള ഏക വിമാനത്താവളം അഗത്തിയിലാണ്. പ്രശസ്തമായ ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ദ്രാവതി. ഇന്ദ്രാവതി നദിയിലാണ് പ്രശസ്തമായ ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒന്നിനു പുറകെ ഒന്നായി അതിവേഗം റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന പ്രാഥമിക ഇന്ത്യൻ പ്രതിരോധ സംവിധാനം പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് ഒന്നിനു പുറകെ ഒന്നായി അതിവേഗം റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന പ്രാഥമിക ഇന്ത്യൻ പ്രതിരോധ സംവിധാനം. പിനാക്ക സിസ്റ്റം പൂർണ്ണമായും ഇന്ത്യയിൽ തദ്ദേശീയമായി DRDO വികസിപ്പിച്ചെടുത്തതാണ്. 1961 ഇന്ത്യയിൽ സൈനിക് സ്കൂൾ സമ്പ്രദായം ആവിഷ്കരിച്ചതും സ്ഥാപിച്ചതും ആരാണ്? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനായിരുന്നു 1961 ഇന്ത്യയിൽ സൈനിക് സ്കൂൾ സമ്പ്രദായം ആവിഷ്കരിച്ചതും സ്ഥാപിച്ചതും. കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത നിലയം? നല്ലളം. നല്ലളം ഡീസൽ വൈദ്യുത നിലയമാണ് കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത നിലയം. വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ശിവാനന്ദ പരമഹംസർ. സ്വാമി ശിവാനന്ദ പരമഹംസറായിരുന്നു വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിത ആരാണ്? ഷീലാ ദീക്ഷിത്. ഷീലാ ദീക്ഷിതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിത. ഷീലാ ദീക്ഷിത് തുടർച്ചയായി 3 തവണ, അതായത് 15 വർഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ഏത് സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല. ഹിമാചൽ പ്രദേശിന്റെ പ്രധാന വേനൽക്കാല തലസ്ഥാനം ഷിംലയാണ്. ശീതകാല തലസ്ഥാനമാണ് ധരംശാല. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ്? വാരാണസി. വാരാണസിയിലാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ വാരാണസിയിലുള്ള ഈ വിമാനത്താവളം മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തത്. 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? താമരയും ചപ്പാത്തിയും. താമരയും ചപ്പാത്തിയുമാണ് 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. വിപ്ലവകാരികളുടെ സമുന്നതയും ധീരയുമായ നേതാവ് എന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂ റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയെ ആയിരുന്നു വിപ്ലവകാരികളുടെ സമുന്നതയും ധീരയുമായ നേതാവ് എന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂ റോസ് വിശേഷിപ്പിച്ചത്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നതായിരുന്നു. ഏത് പട്ടാള യൂണിറ്റിലാണ് മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്? 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ പട്ടാള യൂണിറ്റിലായിരുന്നു മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്. പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ സൈനിക ക്യാമ്പിലായിരുന്നു 1857 മാർച്ചിൽ മംഗൾ പാണ്ഡെ കലാപം അഴിച്ചുവിട്ടത്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹേബ്. നാനാ സാഹേബാണ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. മറാഠ പേഷ്വയായിരുന്ന ബാജിറാവ് രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദോണ്ഡു പന്ത് എന്നായിരുന്നു. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്നാണ്?
1857 ഏപ്രിൽ 8-ന്. 1857 ഏപ്രിൽ 8-നായിരുന്നു മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. മംഗൾ പാണ്ഡെയുടെ വധശിക്ഷ നടപ്പാക്കിയതോടെ 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷിയായി അദ്ദേഹം മാറി. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിള്ളിക്കുരിശിമംഗലം. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശിമംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചൊവ്വ. സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ ഗ്രഹത്തിലെ ഈ അഗ്നിപർവ്വതത്തിന്റെ പേര് ഒളിമ്പസ് മോൺസ് എന്നാണ്. ഇത് എവറസ്റ്റിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ളതാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്? കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് ആണ് കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. കോടതിക്ക് പുറത്ത് കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനുള്ള സംവിധാനമാണ് ലോക് അദാലത്തുകൾ, ജനകീയ കോടതികൾ. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. കരിമുണ്ട കുരുമുളകിന്റെ ഒരിനമാണ്. പന്നിയൂർ, 1, കരിമുണ്ട എന്നിവ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പ്രധാന കുരുമുളക് ഇനങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ? 4ാം നിയമസഭ. 4ാം നിയമസഭയാണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ. 1970 ഒക്ടോബർ മുതൽ 1977 മാർച്ച് വരെയായിരുന്നു 4ാം നിയമസഭയുടെ കാലാവധി. അടിയന്തരാവസ്ഥ കാരണം കാലാവധി നീട്ടി നൽകപ്പെടുകയാണ് ഉണ്ടായത്. മുക്കോല പെരുമാൾ എന്ന ശില്പത്തിന്റെ ശില്പി? മുക്കോല പെരുമാൾ എന്ന ശില്പത്തിന്റെ ശില്പി കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണ് മുക്കോല പെരുമാൾ എന്ന ശില്പത്തിന്റെ ശില്പി. തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ. തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം? നിലമ്പൂർ. നിലമ്പൂരിലാണ് കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം. ലോകത്തിലെ ഏറ്റവും പഴയ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്നത്? അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറമാണ് ഒരു കാലത്ത് വള്ളുവ നഗരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വള്ളുവനാട് രാജവംശത്തിന്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നു അങ്ങാടിപ്പുറം. പിന്നീട് ഇത് പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള മങ്കടയിലേക്ക് മാറ്റി. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജന്റെ നിറം? ഇളം നീല. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജന്റെ നിറം ഇളം നീല നിറമാണ്. സാധാരണ താപനിലയിൽ ഓക്സിജൻ നിറമില്ലാത്തതും മണമില്ലാത്തതുമായ വാതകമാണ്. പീരിയോഡിക് ടേബിളിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? 2. പീരിയോഡിക് ടേബിളിൽ 2ാം പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. പീരിയോഡിക് ടേബിളിലെ 16ാം ഗ്രൂപ്പിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വനമുള്ളത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വനം ഉള്ളത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ്. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ മിസോറാമാണ് മുന്നിൽ. കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മുതുമലൈ നാഷണൽ പാർക്ക്. മുതുമലൈ നാഷണൽ പാർക്കാണ് കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് മുതുമലൈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? KM മുൻഷി. ഇന്ത്യയിൽ KM മുൻഷിയായിരുന്നു വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ? K. ജയകുമാർ. K. ജയകുമാറാണ് മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്? വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയാണ് തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്.
ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? 25. ഇന്ത്യയിൽ നിലവിൽ 25 ഹൈക്കോടതികളാണുള്ളത്. ഏറ്റവും ഒടുവിലായി, അതായത് 2019 ആന്ധ്രാപ്രദേശിനായി അമരാവതിയിൽ പ്രത്യേക ഹൈക്കോടതി സ്ഥാപിതമായതോടെയാണ് എണ്ണം 25 ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കുന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കുന്നത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനായിരുന്നു ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്. 1911 ഡൽഹി ദർബാറിൽ പങ്കെടുക്കാനാണ് ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യയിലെത്തിയത്. അദ്ദേഹത്തിന്റെ വരവിന്റെ സ്മരണാർത്ഥമാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫയുടെ പദവി നിലനിർത്താൻ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചേർന്നാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വാതന്ത്ര്യ ലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര് രജപുത്താന എന്നായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര്. 1949 രാജസ്ഥാൻ രൂപീകൃതമായത്. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. സവർണ ഹിന്ദുക്കൾക്ക് എതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ്. വംശവിവേചനത്തിന്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സുരേന്ദ്രനാഥ് ബാനർജിയാണ് വംശവിവേചനത്തിന്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപകനായ സുരേന്ദ്രനാഥ് ബാനർജി രാഷ്ട്രഗുരു എന്നും അറിയപ്പെട്ടിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത അരുണിമ സിൻഹയാണ് എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത. മുൻ വോളിബോൾ താരം കൂടിയായ അരുണിമ സിൻഹ ട്രെയിൻ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട ശേഷമാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഉത്തരാർദ്ധഗോളം. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലും കിഴക്കൻ അർദ്ധഗോളത്തിലുമാണ്. മന്ത് പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെടുന്ന പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ബാക്ടീരിയയാണ് ടൈഫോയിഡ് പരത്തുന്നത്. സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് പനി ഉണ്ടാക്കുന്നത്. ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി പണ്ഡിറ്റ് രവിശങ്കറാണ് ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി. പണ്ഡിറ്റ് രവിശങ്കർ ഒരു സിത്താർ വാദകനാണ്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ടാറ്റ എയർലൈൻസ് പിന്നീട് എയർ ഇന്ത്യ എന്നറിയപ്പെട്ട ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ച് 1932 ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യ വിമാന സർവീസ് നടത്തിയത് JRD ടാറ്റയാണ്. ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായാണ്? ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ബംഗ്ലാദേശുമായി 4096 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ്. ഗാന്ധിജി ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്? ഗുജറാത്തി ഭാഷയിലായിരുന്നു ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ്. പൈക്ക കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനം ആണ്? ഒഡീഷ. പൈക്ക കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഒഡീഷ സംസ്ഥാനമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ്
ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി ആയിരുന്നു ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. 1930 ദണ്ഡി യാത്രയ്ക്ക് ശേഷം ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ തരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം അബ്ബാസ് ത്യാബ്ജി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഏത് സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന നീക്കം നടത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന നീക്കം നടത്തിയത്. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. റെറ്റിനോൾ എന്നതാണ് ജീവകം എയുടെ രാസനാമം. നിയാസിൻ എന്ന രാസനാമമുള്ള ജീവകം ഏതാണ്? ജീവകം B3. ജീവകം B3 ആണ് നിയാസിൻ എന്ന രാസനാമമുള്ള ജീവകം. നിലമ്പൂർ ആയിഷ പ്രശസ്തിയായത് ഏത് മേഖലയിലാണ്? നാടകാഭിനയം. നാടകാഭിനയ മേഖലയിലായിരുന്നു നിലമ്പൂർ ആയിഷ പ്രശസ്തയായത്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ്? 2013 മെയ് 23. 2013 മെയ് 23 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ പദവി നൽകുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. ആദ്യത്തേത് 2004 തമിഴിനായിരുന്നു ക്ലാസിക്കൽ പദവി ലഭിച്ചത്. 1962 പഞ്ചാബ് ഗവർണറായ മലയാളി ആരാണ്? പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ളയായിരുന്നു 1962 പഞ്ചാബ് ഗവർണറായ മലയാളി. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല? പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം? ചൂലന്നൂർ. ചൂലന്നൂരാണ് മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്? ഷൊർണൂർ. ഷൊർണൂറാണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? പാലക്കാട്. പാലക്കാടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.